ഇന്ന് സ്കന്ദഷഷ്ഠി വ്രതമാണ്. കഴിഞ്ഞ 22-ാം തീയതി മുതൽ നമ്മൾ വ്രതം നിൽക്കുകയാണ്. ഇന്ന് 27-ാം തീയതി തിങ്കളാഴ്ചയാണ് സ്കന്ദഷഷ്ഠി വ്രതമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. 6 ദിവസത്തെ വ്രതത്തിൻ്റെ സൂചകമായി 6 ചട്ടികളിൽ നമ്മൾ മൺചിരാതിൽ വിളക്ക് കൊളുത്തി വെക്കുന്ന പതിവുണ്ട്. അങ്ങനെ ഞാൻ രാവിലെ 5-5:30 മണിക്ക് തന്നെ എഴുന്നേറ്റ് വിളക്കൊക്കെ കൊളുത്തി ചട്ടി വിളക്കും എല്ലാം കൊളുത്തി റെഡിയാക്കി നാമമൊക്കെ ചൊല്ലി ഇനി അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്നതിനായിട്ട് നാരങ്ങാമാല കെട്ടാനുള്ള തയ്യാറെടുപ്പിലാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ കടയിൽ പോയി നാരങ്ങ ഒക്കെ വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു, നാരങ്ങാമാല കോർക്കുന്നതിന് വേണ്ടിയിട്ട്. അവിടെ എല്ലാം നമുക്ക് അമ്പലത്തിൻ്റെ അടുത്ത് നാരങ്ങാമാല എല്ലാം വാങ്ങിക്കാൻ കിട്ടും. എങ്കിലും നമ്മൾ തന്നെ ഒരു കൊരുത്തോണ്ട് ചെല്ലുമ്പോൾ അതിനൊരു മനസംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ നാരങ്ങാമാല കൊരുക്കുകയാണ്. അത് 18, 21 എന്നുള്ള കണക്കുകളിലൊക്കെ നമുക്ക് നാരങ്ങ കൊരുക്കാം. പിന്നെ പൂജാദ്രവ്യങ്ങളും അതേപോലെ തിരി, കർപ്പൂരം എല്ലാം നമുക്ക് അവിടെ വാങ്ങിക്കാൻ കിട്ടും. ഒന്നും വാങ്ങിക്കൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഞാൻ നാരങ്ങാമാലയൊക്കെ കൊരുത്ത് വെച്ചു. ഇനി തിരിയൊക്കെ അവിടെ പോയി വാങ്ങിക്കാമെന്ന് കരുതി. കുറച്ച് നേരത്തെ പോകണം. ഇന്ന് അവിടെ ഭയങ്കര തിരക്കുള്ള അമ്പലമാണ്. അതുകൊണ്ട് കുറച്ച് നേരത്തെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് ഹാളിൽ ഒരു ഉരുളിയിൽ പൂക്കൾ വെക്കുന്ന പതിവുണ്ട്. കഴിഞ്ഞ ദിവസം നാരങ്ങ വാങ്ങിക്കാൻ പോയപ്പോൾ കുറച്ച് കൊങ്ങിണിപ്പൂവും കൂടെ വാങ്ങിക്കൊണ്ട് വന്നു. അങ്ങനെ ആ ഉരുളിയിൽ പൂവൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചതാണ്. അതിനുശേഷം ഇനി അമ്പലത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. എല്ലാം പോകാനായിട്ട് റെഡിയായി. ഇനി അമ്പലത്തിൽ ഇവിടെ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ ദൂരമേ ഉള്ള അമ്പലത്തിൽ പോകാൻ. അങ്ങനെ ഞാൻ അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ്. മഴയില്ലാത്തതുകൊണ്ട് സ്കൂട്ടി പോകാൻ തീരുമാനിച്ചു. അല്ലെങ്കിൽ ഓട്ടോറിക്ഷ വിളിച്ചാണ് പോകുന്നത്. അങ്ങനെ സ്കൂട്ടിയിൽ ഞാൻ അമ്പലത്തിലോട്ട് പോവുകയാണ്. അവിടെ നല്ല തിരക്കായിരുന്നു. അമ്പലത്തിൽ ചെന്നപ്പോൾ തന്നെ കാവടി എടുക്കുന്നതിനുള്ള തിരക്കാണ്. നമ്മൾ 6 ദിവസത്തെ വ്രതം നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും കാവടി എടുക്കണമെന്നാണ് അവിടുത്തെ നിയമം. അതുകൊണ്ട് എല്ലാവരും കാവടി എടുക്കും. അതുകൊണ്ട് വേണ്ടിയിട്ട് അതിന് ഭയങ്കര തിരക്കായിരുന്നു. രാവിലെ എല്ലാവരും എടുക്കും, കൊച്ചു കുട്ടികൾ മുതൽ വലിയവർ വരെ എടുക്കും. അതുപോലെ തൈപ്പൂയത്തിനും അവിടെ കാവടി എടുക്കും, സ്കന്ദഷഷ്ഠിക്കും ഉണ്ട്. അങ്ങനെ നമുക്ക് അവിടെ കാവടി എടുക്കുകയാണ്. ഞാനും ഒരു കാവടിയൊക്കെ എടുത്തു. 6 വലത്ത് വെക്കണമെന്നാണ് നിയമം. പക്ഷേ തിരക്ക് കാരണം ഒരു വലത്ത് വെക്കാനേ പറ്റുള്ളൂ. പിന്നെ അവിടെ അമ്പലത്തിൻ്റെ പണികളൊക്കെ നടക്കുന്നത് കൊണ്ട് ഒരുപാട് സ്ഥലക്കുറവും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഉള്ള സ്ഥലത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് അമ്പലത്തിൽ പൂജകളും വഴിപാടുകളും ഒക്കെ നടക്കുകയാണ്. തിരക്ക് ഇങ്ങനെ കൂടിക്കൂടി വരും. ഒരു 9-9:30 മണിയായിട്ടേ ഉള്ളൂ. എങ്കിലും നല്ലോണം തിരക്ക് ഒരുപാട് പേര് കാവടി അമ്പലത്തിൻ്റെ പണികൾ മൊത്തത്തിൽ പൂർത്തിയാവാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. അതുപോലെ അവിടെ കൗണ്ടറിലിരിക്കുന്ന ആൾക്കാരൊക്കെയാണിത്. അവിടുത്തെ സ്റ്റാഫുകളാണ് അമ്പലത്തിൻ്റെ. നെയ്വിളക്കിനും അതുപോലെ ഒരുപാട് ആൾക്കാർ അവിടെ നെയ്വിളക്ക് കത്തിക്കുന്ന പതിവുണ്ട്. അതിന് നെയ്വിളക്കിൻ്റെ പ്രത്യേക കൗണ്ടറും ഉണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ നല്ല കണ്ടെന്നു കൈതൊഴാനായി വേലപ്പനെ കൊണ്ടുവാ തങ്കമയിലേ. ഈരേഴു ലോകത്തിനും വിളക്കതിൽ വേറായി നിന്നൊരാളായി സൂര്യപത്മാദിയാകും. ഇത് ഷഷ്ഠി മണ്ഡപമാണ്. ഇവിടാണ് ഷഷ്ഠി പൂജയ്ക്കുള്ള ചോറ്, അതേപോലെ സാധാരണ ചോറുകളും എല്ലാ കിറ്റുകളും എല്ലാം കൊടുക്കുന്നത് ഇവിടെയാണ്. ചോറ് ഇതുപോലെ പൊതിഞ്ഞാണ് കൊടുക്കുന്നത്. ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു 12,000 പേരോളം ചോറ് വാങ്ങിക്കൊണ്ട് പോകുന്ന ക്ഷേത്രമാണ്. 2 ചേച്ചിമാർ അവിടെ ഇരുന്ന് നന്നായിട്ട് നല്ല നാമങ്ങളൊക്കെ ചൊല്ലുന്നത് കേൾക്കാമായിരുന്നു. ഇതെല്ലാം ഇവിടുത്തെ അമ്പലത്തിലെ സ്റ്റാഫുകളും അംഗങ്ങളൊക്കെയാണ്. അവരൊക്കെ ഓരോ റെസിപ്റ്റുകൾ എഴുതാൻ വേണ്ടി ഓരോ സ്ഥലത്ത് ഇരുത്തിയിരിക്കുകയാണ്. എല്ലാവരും കൂടെ അമ്പലത്തിനുള്ളിൽ എഴുതാൻ നിൽക്കുമ്പോൾ ഭയങ്കര തിരക്കാവും. അതുകൊണ്ട്
പോകുന്ന വഴിക്ക് തന്നെ ഇതുപോലെ ഓരോരോ കൗണ്ടറുകൾ കൊടുത്തിട്ടുണ്ട്. അവിടെ ഇതുപോലെ ആൾക്കാരെ ഇരുത്തിയിട്ടുണ്ട്. എല്ലാവിധ റെസിപ്റ്റുകളും അർച്ചന, അതേപോലെ ഷഷ്ടി പൂജ, കാവടി എടുക്കുന്നതിന് എല്ലാ റെസിപ്റ്റുകളും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് തന്നെ അമ്പലത്തിലേക്ക് പോകാൻ കഴിയുമായിരുന്നു. ഇതുപോലെ നാരങ്ങാമാല, അതേപോലെ നമുക്ക് എല്ലാം കൂടെ ചെറിയ ചെറിയ കച്ചവടങ്ങളായിട്ട് തന്നെ അമ്മമാരും അവിടെ സജ്ജീകരിക്കും. ഒന്നും കൂടെ പറ. ഇത് ഇവിടുത്തെ മണിക്കുട്ടൻ സ്വാമി അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു അംഗമാണ്. ഇത് ഷഷ്ടിച്ചോറ് വയ്ക്കുന്ന സ്ഥലമാണ്. ചോറൊക്കെ ഒരുപാട് വെച്ചിട്ടുണ്ട്. കുറേ ചോറ് പൊതിഞ്ഞ് രാവിലെ മുതലേ കൊടുത്ത് ആൾക്കാർക്ക് വിടുന്നുണ്ട്. അതിനുശേഷം അവിടെ പൊതിയാനായിട്ട് വെച്ചിട്ടുള്ള ചോറുകളാണ് ഇതൊക്കെ. എല്ലാവരും അവിടുത്തെ അംഗങ്ങളും സ്റ്റാഫുകളും അതുപോലെ തന്നെ വരുന്നവരും അവിടെ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരും എല്ലാവരും അവിടുത്തെ എല്ലാ കാര്യത്തിലും വളരെ സഹകരണമാണ്. അതാണ് ആ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത. പ്രായഭേദമന്യേ കൊച്ചു കുട്ടികളും സ്ത്രീകളും എല്ലാവരും അവരുടെ സേവനം അവിടെ അമ്പലത്തിന് വേണ്ടി അന്ന് സ്കന്ദഷഷ്ടിക്കായാലും തൈപ്പൂയത്തിനായാലും എല്ലാവരും വളരെ ഒത്തൊരുമയോടും സഹകരണത്തോടുകൂടി നടക്കുന്ന ഒരു അമ്പലമാണ് ശ്രീ മയിലാടുംകുന്ന് മുരുകൻ കോവിൽ. അതിൻ്റേതായ ഒരു ഒത്തൊരുമയൊക്കെ ആ അമ്പലത്തിൽ കാണാനുമുണ്ട്. അങ്ങനെ അവിടെ വന്നിട്ടുള്ള ആൾക്കാരെല്ലാവരും കൂടെ ചേർന്ന് ചോറൊക്കെ പൊതിയുകയാണ്. ഇപ്പോൾ ഒരു 9-9:30 മണിയായിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കിന് ഇത്രയും ആളായി. അവിടെ കഴയൊക്കെ കെട്ടി തിരിച്ചിരിക്കുകയാണ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറുക്ക് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ ലൈനായിട്ട് ആൾക്കാർ നിന്ന് തൊഴുകയാണ്. ഞാനും അവിടെ കുറച്ച് നേരം ഇരുന്ന് സുബ്രഹ്മണ്യ സഹസ്രനാമമൊക്കെ കുറച്ച് നേരം ചൊല്ലി നാമമൊക്കെ ചൊല്ലി അവിടെ ഇരുന്നു. ഒരുപാട് ചടങ്ങുകൾ നടക്കുന്ന അമ്പലമാണ്. ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതേപോലെ വൈകിട്ട് ശൂരപത്മാസുര നിഗ്രഹം പ്രതീകാത്മകമായി കാണിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ശൂരപത്മാസുരനായിട്ട് ഒരാൾ വേഷം കെട്ടും. അതുപോലെ സുബ്രഹ്മണ്യ സ്വാമിയായിട്ട് ഒരു കുട്ടി വേഷം കെട്ടും. അങ്ങനെ അത് വൈകിട്ട് നടത്തുന്ന ശൂരപത്മാസുര നിഗ്രഹം നടത്തുന്ന ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് മയിലാടുംകുന്ന് ശ്രീ മുരുകൻ കോവിൽ. ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിക്കാനുള്ള ചടങ്ങ് നടക്കുകയാണ്. തൈപ്പൂയത്തിൻ്റെ ഒന്നും സ്കന്ദഷഷ്ടിയുടെ ഒന്നും ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിക്കും. പല്ലക്കിലേക്ക് അത് എടുക്കാനുള്ള പല്ലക്കിനുള്ള കുട്ടികളൊക്കെയാണ് അവിടെ റെഡിയായി നിൽക്കുന്നത്. ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുകയാണ്. ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്നതാണ് കാണുന്നത്. ശേഷം തിടമ്പ് തലയിലേറ്റിക്കൊണ്ട് അവിടുത്തെ പ്രധാനപ്പെട്ട തിരുമേനി ഒരു ഓട്ടപ്രദക്ഷിണം പോലെ വയ്ക്കുന്ന ചടങ്ങുമുണ്ട്. ഇത് അവിടുത്തെ പ്രധാനപ്പെട്ട ശാന്തി ആണ്. ഇങ്ങനെ ഭഗവാന്റെ തിടമ്പ് തലയിലേറ്റിക്കൊണ്ട് പോകുന്നത് അതും അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ്. അങ്ങനെ കോവിലിലെ ചടങ്ങുകളെല്ലാം കണ്ട് എല്ലാ പൂജകളിലും എല്ലാം പങ്കെടുക്കാൻ കഴിഞ്ഞു. അതുപോലെ ഭഗവാന്റെ ദീപാരാധനയും കണ്ടു, പല്ലക്ക് എഴുന്നള്ളിപ്പ് കണ്ടു. അങ്ങനെ മിക്കവാറും എല്ലാ പൂജകളും എല്ലാം കാണാൻ കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ചോറൊക്കെ വാങ്ങി വീട്ടിൽ വന്നു. അങ്ങനെ ഞാൻ ചോറെല്ലാം ഇരുന്ന് കഴിക്കുകയാണ്. നമുക്ക് ഉപ്പും മുളകോ ചമ്മന്തിയോ തൈരോ ഒക്കെ കൂട്ടി ഷഷ്ടിച്ചോറ് കഴിക്കാം. ഇനിയിപ്പം വൈകിട്ട് ഒന്നും കഴിക്കാൻ പാടില്ല. വേണമെങ്കിൽ ഒരു പഴം എങ്ങാനും കഴിച്ചിട്ട് വ്രതം അവസാനിപ്പിക്കാം. എന്തായാലും നല്ല ഭംഗിയായിട്ട് സ്കന്ദഷഷ്ടി വ്രതം പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അതിന് സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടായി എന്ന് അത് വളരെ മനസ്സിന് സന്തോഷവും സംതൃപ്തിയും നൽകിയ ഒരു ദിവസമായിരുന്നു ഇത്. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.